ഡിസംബർ മാസം പകുതിയായപ്പോൾ തന്നെ നമ്മൾ കലണ്ടറിൻ്റെ പരസ്യങ്ങൾ കണ്ടു തുടങ്ങി. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളതാണ് കലണ്ടർ. ഇന്നിപ്പോൾ പലരും കലണ്ടർ അവരുടെ ഫോണിലാണ് ഉപയോഗിക്കുന്നത്. പ്രിൻ്റ് ചെയ്ത കലണ്ടറോ ഇലക്ട്രോണിക് കലണ്ടറോ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെ പറ്റില്ല. അടുത്ത ഒരു വർഷത്തെ തീയതികൾ അറിയാൻ ഇത് അത്യാവശ്യമാണ്. ഇതാരാണ് ആദ്യം കണ്ടുപിടിച്ചത്? കലണ്ടർ കണ്ടുപിടിച്ചത് ആരാണ് എന്നതിന് പല ഉത്തരങ്ങളുണ്ട്. അത് ഒരാളോ ഒരു സമൂഹമോ കണ്ടെത്തിയതല്ല. പുരാതന മനുഷ്യർ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ അവരുടെ ആവശ്യങ്ങളനുസരിച്ച്, അവരുടെ സംസ്കാരമനുസരിച്ച് കലണ്ടറുകൾ രൂപീകരിച്ചു. നമ്മൾ ഇന്ന് പൊതുവെ ഉപയോഗിക്കുന്ന കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അത് 16-ാം നൂറ്റാണ്ടിലാണ് നിലവിൽ വന്നത്. നാം ജീവിക്കുന്ന ഈ ഭൂമിയിലും ഈ ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥത്തിലും നടക്കുന്ന ചില മാറ്റമില്ലാത്ത കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കലണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭൂമിക്ക് സൂര്യനെ ചുറ്റുവാനുള്ള ഒരു വർഷം, അത് തുടങ്ങുന്നത് എപ്പോഴാണ് എന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പല കലണ്ടറുകളുള്ളത്. ഭൂമി ഒരു പ്രാവശ്യം സ്വയം കറങ്ങുന്നതാണല്ലോ ഒരു ദിവസം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കലണ്ടറിലെ എല്ലാ ദിവസങ്ങളും. ദൈവം മാറ്റമില്ലാത്ത ചില കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് കലണ്ടർ. ഈ കാര്യങ്ങൾക്കൊന്നും മാറ്റമുണ്ടാകില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം നോഹയും കുടുംബവും പെട്ടത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ദൈവം അവരോട് ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിൽ ദൈവം പറഞ്ഞു, ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോവുകയുമില്ല. ദൈവം നാളിതുവരെ അതിനൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാമെന്നാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് കാണുന്നത്. പുതിയ വർഷത്തെ കലണ്ടറിൽ നമ്മൾ നോക്കുമ്പോൾ അതിലുള്ള എല്ലാ ദിവസവും നമ്മൾ കാണുമോ? നമുക്കറിഞ്ഞുകൂടാ. മനുഷ്യനുള്ളിടത്തോളം കാലം ദൈവം മനുഷ്യനോട് പറഞ്ഞിരിക്കുന്ന ഉടമ്പടി നിലനിൽക്കും. മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും ഒരിടത്തും ദൈവം പറഞ്ഞ വാക്കിന് മാറ്റമുണ്ടായിട്ടില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നത് ബുദ്ധിയാണ്. ദൈവം ചില കാര്യങ്ങൾ മനുഷ്യരോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അതിന് പ്രത്യാഘാതമുണ്ട് എന്നും ദൈവം പറഞ്ഞിരിക്കുന്നു. വളരെ ലളിതമായ ഇത്തരം കാര്യങ്ങൾ മനുഷ്യർ അവഗണിക്കാറുണ്ട്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവഗണിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നത് നന്നാണ്. ദൈവം പറഞ്ഞ വാക്കിന് ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല. വളരെയധികം തത്വചിന്തകന്മാർ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അഥേന അഥവാ ഏഥൻസ്. അവിടെ ഉണ്ടായിരുന്ന തത്വചിന്തകരായ ആളുകളോട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നാൽ അറിയായ്മയുടെ കാര്യങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.